നമസ്കാരം. മലയാളി വാർത്ത ഇൻഡെപ്തിലേക്ക് സ്വാഗതം. ഭൂമിയെ ലക്ഷ്യമാക്കി ചിഹ്നഗ്രഹം എത്തുന്നതായി നാസയുടെ മുന്നറിയിപ്പ്. 2024 YA5 എന്ന പേര് നൽകിയിരിക്കുന്ന ചിഹ്നഗ്രഹമാണ് ഭൂമിയുടെ അരികിലേക്ക് എത്തിയിരിക്കുന്നത്. വിമാനത്തിന്റെ അത്ര വലുപ്പമുള്ള ചിഹ്നഗ്രഹത്തിന്റെ സഞ്ചാരം ഗവേഷകർ അതിസൂക്ഷ്മമായി നിരീക്ഷിച്ചു വരുന്നു. നാളെയോടെയാണ് ചിഹ്നഗ്രഹം ഭൂമിക്ക് അരികിലായി എത്തുന്നത്. ഭൂമിയിൽ നിന്നും 3,51,000 കിലോമീറ്റർ മാത്രം അകലെയായി ഈ ചിഹ്നഗ്രഹം കടന്നുപോകുമെന്നാണ് നിഗമനം. എന്നാൽ ഈ അകലം എന്നത് ചന്ദ്രനും ഭൂമിയും തമ്മിലുള്ള അകലത്തേക്കാൾ വളരെ കുറവാണ്. അതുകൊണ്ട് ഭൂമിയിൽ പതിക്കാനുള്ള സാധ്യത ഗവേഷകർ തള്ളിക്കളയുന്നില്ല. ഈ ചിഹ്നഗ്രഹത്തിന്റെ വേഗതയാണ് ഗവേഷകരെ ഭയപ്പെടുത്തുന്ന മറ്റൊരു ഘടകം. മണിക്കൂറിൽ 58,948 കിലോമീറ്റർ വേഗതയിലാണ് 2024 YASന്റെ സഞ്ചാരം. നാളെ രാവിലെ 7:19 ഈ ചിഹ്നഗ്രഹം ഭൂമിക്ക് സമീപം എത്തുന്നത്. ഇതുവരെ ഭൂമിക്കരികിലെത്തിയ ചിഹ്നഗ്രഹങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇതിന്റെ വേഗത അല്പം കൂടുതൽ തന്നെയാണ്. ഇതേസമയം ഭൂമിയെ ചിഹ്നഗ്രഹം ദോഷമായി ബാധിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നാണ് ഗവേഷകരുടെ ഒരു അനുമാനം. ഭൂമിക്ക് അപകടമുണ്ടാക്കാൻ തക്ക വലിപ്പം ഈ ചിഹ്നഗ്രഹത്തിനില്ല. അതുകൊണ്ട് തന്നെ ഭൂമിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതെ ഈ ചിഹ്നഗ്രഹം കടന്നു പോകുമെന്നാണ് കരുതുന്നത്. എന്നാൽ ഇതിന്റെ സഞ്ചാരപാതയിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും ഒരു വ്യതിയാനം അത് ഭൂമിക്ക് അപകടമായി ഭവിച്ചേക്കാനും സാധ്യതയുണ്ട്. 70 മുതൽ 80 വർഷം വരെയാണ് മനുഷ്യരുടെ സാധാരണ നിലയിലുള്ള ആയുസ്. ഇക്കാലയളവിനിടയിലെ ജീവിതത്തിൽ ഇത്തരമൊരു ദുരന്തത്തിന് നാം സാക്ഷിയാകേണ്ടി വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവയൊന്നും സാധ്യമല്ല എന്ന് നാം തെറ്റിദ്ധരിക്കുന്നു. എന്നാൽ ചരിത്രം പരിശോധിക്കുമ്പോൾ ഇത്തരം ചിഹ്നഗ്രഹങ്ങൾ മറ്റ് ഗ്രഹങ്ങളുമായി കൂട്ടിമുട്ടുന്നത് സാധാരണമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേയുള്ളൂ. നമ്മുടെ ഭൂമിക്ക് ഇങ്ങനെ സംഭവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരല്ല നമ്മളൊന്നും. മനുഷ്യനും ജീവന്റെ എല്ലാ കണികയും ഇവിടെ നിലനിൽക്കണമെന്നു തന്നെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ആഗ്രഹം. എന്നാൽ മേൽപ്പറഞ്ഞ പോലെയുള്ള പ്രതിഭാസത്തെ ചെറുക്കാൻ ഒരുപക്ഷെ നമുക്കായെന്നു വരില്ല. അതിനെതിരെയുള്ള ബദൽ മാർഗങ്ങളെപ്പറ്റിയാണ് ഇപ്പോൾ പിന്നെ ചിന്തിക്കേണ്ടത്. അതായത് അത്തരം ചിഹ്നഗ്രഹം ഭൂമിയിലേക്ക് എത്തുന്നത് നേരത്തെ കണ്ടെത്തി അതിന്റെ ഗതി മാറ്റാൻ കഴിയുന്ന സാങ്കേതിക വിദ്യയാണ് നമ്മൾ അവലംബിക്കേണ്ടത്. ചിലപ്പോൾ ഇത് അസാധ്യമായേക്കാം. അതിനായുള്ള സാങ്കേതിക വിദ്യകൾ വികസിപ്പിച്ചെടുക്കേണ്ടതുണ്ട് എന്നും അതിനുള്ള തയ്യാറെടുപ്പിലാണ് തങ്ങളെന്നും ISRO ചെയർമാൻ S. സോമനാഥ് പറയുന്നു. സൗരയൂഥത്തിൽ സൂര്യനു ചുറ്റും ഭ്രമണം ചെയ്യുന്ന ഗ്രഹങ്ങളെക്കാൾ ചെറുതും ഉൽക്കകളേക്കാൾ വലുതുമായ വസ്തുക്കളാണ് ചിഹ്നഗ്രഹങ്ങൾ അഥവാ ആസ്ട്രോയിഡ്. ഭൂമിയിലെ ഒരു നഗരത്തോളം വലിപ്പം മാത്രമേ ഒരു ചിഹ്നഗ്രഹത്തിന് സാധാരണ ഉണ്ടാവുകയുള്ളൂ. ചൊവ്വയ്ക്കും വ്യാഴത്തിനും ഇടയിലുള്ള ചിഹ്നഗ്രഹ വലയത്തിലാണ് ഭൂരിഭാഗം ചിഹ്നഗ്രഹങ്ങളും സ്ഥിതി ചെയ്യുന്നത്. ദൂരദർശിനികളിലൂടെ നോക്കുമ്പോൾ ഒരു പ്രകാശ കേന്ദ്രമായാണ് ഇവയെ കാണാൻ സാധിക്കുന്നത്. ഉരുണ്ടതും നീളമുള്ളതുമായ പല രൂപത്തിൽ ചിഹ്നഗ്രഹങ്ങളെ കാണാം. ചിലതിന് ഉപഗ്രഹങ്ങളും ഉണ്ടാകും. ചിഹ്നഗ്രഹത്തെക്കുറിച്ചുള്ള പഠനം ഭൂമിയുടെ ഉത്ഭവത്തെക്കുറിച്ചുള്ള അറിവുകൾക്ക് സഹായകരമാകും. ഭൂമിയിൽ കൂട്ടിയിടിച്ച് വലിയ ദുരന്തങ്ങൾ ഉണ്ടാക്കാനും ചിഹ്നഗ്രഹത്തിന് സാധിക്കും. 1908 ജൂൺ 30 റഷ്യയിലെ സൈബീരിയ തുൻഗസ്ക വനപ്രദേശത്ത് ചിഹ്നഗ്രഹം പതിച്ചുണ്ടായ അപകടം ഇതിന് വലിയ ഒരു ഉദാഹരണമാണ്. 2 മെഗാടൺ ശക്തിയുള്ള ആ സ്ഫോടനത്തിൽ തുൻഗസ്ക വനപ്രദേശത്തെ 2150 ചതുരശ്ര കിലോമീറ്റർ പ്രദേശത്തെ 8 കോടിയോളം മരങ്ങളാണ് നിലം പരിശായത്. സ്ഫോടനത്തിന്റെ തരംഗങ്ങളും ഉഷ്ണതരംഗവും കിലോമീറ്ററുകൾക്കപ്പുറത്തേക്ക് വരെ എത്തിയിരുന്നു. ചിഹ്നഗ്രഹങ്ങൾ മറ്റു ഗ്രഹങ്ങളുമായി കൂട്ടിയിടിക്കുന്നത് സാധാരണ സംഭവം തന്നെയാണ്. ഭൂമിയിൽ ദിനോസറുകൾക്ക് വംശനാശം സംഭവിക്കാൻ കാരണം സമാനമായ ഒരു കൂട്ടിയിടിയാണ് എന്നാണ് ഇപ്പോൾ അനുമാനിക്കുന്നത്. ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കുന്ന ചിഹ്നഗ്രഹങ്ങളും ഉൽക്കകളും സാധാരണയായി ഭൗമാന്തരീക്ഷത്തിൽ വെച്ച് തന്നെ കത്തി അമരാറാണ് പതിവ്. ചുരുക്കം ചില ബഹിരാകാശ പാറക്കഷ്ണങ്ങളെ ഭൂമിയിൽ പതിക്കാറുള്ളൂ. ഭൂമിക്ക് 75 ലക്ഷം കിലോമീറ്റർ അടുത്തെത്തുന്നതും കുറഞ്ഞത് 150 മീറ്ററെങ്കിലും വലിപ്പമുള്ള ചിഹ്നഗ്രഹങ്ങളെ ഭൂമിക്ക് ഏതെങ്കിലും തരത്തിൽ ഭീഷണി സൃഷ്ടിക്കാൻ സാധ്യതയുള്ളൂ. ഇതിലും ചെറിയ ഉൽക്കകളാവട്ടെ പൂർണ്ണമായും കത്തിത്തീരാനാണ് സാധ്യത കൂടുതൽ. അത്യപൂർവമായി മാത്രം ഇവ ഭൂമിയിൽ പതിക്കാറുമുണ്ട്. ഇപ്പോൾ 2004 YA5 എന്ന ചിഹ്നഗ്രഹം ഭൂമിയുടെ 3,51,000 കിലോമീറ്റർ വരെ അടുത്തു എന്നതാണ് ഭയക്കേണ്ട ഒരു കാര്യം. അകലം കുറവായതിനാൽ തന്നെ ഭൂമിയിൽ പതിക്കാനുള്ള സാധ്യത ഗവേഷകർ തള്ളിക്കളയുന്നുമില്ല. ഡിസംബറിന്റെ തുടക്കത്തിൽ ഭൂമിക്കരികിലൂടെ ഭീമാകാരനായ ചിഹ്നഗ്രഹം കടന്നുപോകുന്നതായി നാസ മുന്നറിയിപ്പ് നൽകിയിരുന്നു.
ഒരു സ്റ്റേഡിയത്തിനോളം വലുപ്പമുള്ള ഭീമൻ ചിഹ്നഗ്രഹമായിരുന്നു ഇത്. ഈ ചിഹ്നഗ്രഹം ഡിസംബർ 3-ന് ഭൂമിക്കരികെ എത്തുമെന്നായിരുന്നു നാസ മുന്നറിയിപ്പ് നൽകിയിരുന്നത്. 1300 അടി വ്യാസമാണ് ഈ ചിഹ്നഗ്രഹത്തിന് ഉള്ളതെന്നായിരുന്നു ഗവേഷകർ പറഞ്ഞിരുന്നത്. എന്നാൽ ഭൂമിക്ക് യാതൊരുവിധ ദോഷവും ചെയ്യാതെയാണ് ചിഹ്നഗ്രഹം കടന്നുപോയത്. ഈ ചിഹ്നഗ്രഹം ഭൂമിക്കരികിൽ എത്തിയപ്പോൾ പോലും 3,44,000 മൈൽ അകലമുണ്ടായിരുന്നു. ഈ ചിഹ്നഗ്രഹത്തെ ആദ്യമായി കണ്ടെത്തിയത് 2007-ലാണ്. ഭൂമിക്കരികിലൂടെ കടന്നുപോകുന്ന എല്ലാ ചിഹ്നഗ്രഹങ്ങളെയും നാസ നിരീക്ഷിക്കുന്നുണ്ട്. നാസ പതിവായി മുന്നറിയിപ്പ് നൽകാറുള്ളത് ഭൂമിക്ക് 4.6 ദശലക്ഷം മൈൽ, അതായത് 75 ലക്ഷം കിലോമീറ്റർ അടുത്തെത്തുന്ന ചിഹ്നഗ്രഹങ്ങളെക്കുറിച്ച് മാത്രമാണ്. ഈ അകലത്തിലെത്തുന്ന ചിഹ്നഗ്രഹങ്ങളിൽ കുറഞ്ഞത് 150 മീറ്ററെങ്കിലും വലിപ്പമുള്ളവ മാത്രമാണ് ഭൂമിക്ക് ഭീഷണിയായി വരാറുള്ളൂ. 2029 ഏപ്രിൽ 13-നും വീണ്ടും 2036-ലും എപ്പോഫിസ് എന്ന ഒരു ചിഹ്നഗ്രഹം ഭൂമിക്ക് തൊട്ടടുത്തെത്താനുള്ള സാധ്യതയുണ്ട്. 370 മീറ്റർ വ്യാസമുള്ള എപ്പോഫിസിന് ഭൂമിയുമായി കൂട്ടിയിടിക്കാനുള്ള സാധ്യത 72% പറയുന്നത്. കൂട്ടിയിടിച്ചാൽ ഭൂമിയിൽ മനുഷ്യവംശത്തെ തന്നെ ഇല്ലാതാക്കും എന്നാണ് ISRO ചെയർമാൻ പറയുന്നത്. ചിഹ്നഗ്രഹങ്ങളെക്കുറിച്ച് വിവിധ രാജ്യങ്ങളുടെ ബഹിരാകാശ ഏജൻസികൾ പഠനം നടത്താറുണ്ട്. ബഹിരാകാശത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ചിഹ്നഗ്രഹത്തിന്റെ സഞ്ചാരപഥം മാറ്റാനാകുമോ എന്ന് പരീക്ഷിക്കാൻ നാസ വിക്ഷേപിച്ച പേടകമാണ് ഡാർട്ട്. ഭൂമിക്ക് ഭീഷണി സൃഷ്ടിക്കാനിടയുള്ള ചിഹ്നഗ്രഹങ്ങളെ ഇത്തരം പ്രതിരോധ മാർഗങ്ങളിലൂടെ വഴിതിരിച്ച് വിടാനാകുമോ എന്ന ചോദ്യത്തിന് ഉത്തരം തേടിക്കൊണ്ടിരിക്കുകയാണ് ശാസ്ത്രലോകം. പ്രപഞ്ചശക്തികളെ ശാസ്ത്രം കൊണ്ട് അതിജീവിക്കാനുള്ള മനുഷ്യന്റെ ശേഷി കാലം തെളിയിച്ചതാണ്. ചിഹ്നഗ്രഹത്തെയും ശാസ്ത്രം മെരുക്കുമെന്ന് തന്നെ നമുക്ക് കരുതാവുന്നതാണ്. മലയാളി വാർത്ത ഇൻ ഡെപ്ത്.